നമുക്കിന്നൊരു സെന്റാങ്കിൾ ആർട്ട് ചെയ്യാം. ഈ സെന്റാങ്കിൾ ആർട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പൊ കാണുന്ന ആ ഒരു പാറ്റേണിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു സെന്റാങ്കിൾ ആർട്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി എനിക്ക് പറയാനുണ്ട്. 2 ദിവസം മുമ്പായിരുന്നു നമ്മുടെ ചാനലില് 400 സബ്സ്ക്രൈബേഴ്സ് ആയത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആവാറായി ട്ടോ. അപ്പൊ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, 1K സബ്സ്ക്രൈബേഴ്സ് ആയ നമ്മുടെ ഹ്യൂജ് ഗിവ് അവേ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എന്നാലാണ് ഗിവ് അവേയിൽ സമ്മാനം കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ടൈമിൽ, അതായത് ചാനൽ ഫസ്റ്റ് മുതലേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കായിരിക്കും ഞാൻ ഗിവ് അവേക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു നമ്മൾ നേരെ വഴിതെറ്റിപ്പോയി. ഇനി നമുക്ക് ആർട്ടിന്റെ കാര്യത്തിലോട്ട് കടക്കാം കേട്ടോ. ഞാൻ ഒരുപാട് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കണില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് സ്കെച്ച് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഈ ഒരു പാറ്റേൺ ഫുൾ ആയിട്ട് നമ്മൾ പേജിൽ ചെയ്തതിന് ശേഷം 3 പാർട്ടായിട്ട് നമ്മുടെ പേജിനെ തിരിക്കുക. ഒരു പാർട്ടിൽ നമ്മൾ ഉള്ളിലാണ് കളർ അടിച്ചെങ്കിൽ മറ്റേ പാർട്ട് നമ്മൾ പുറത്ത് കളർ അടിക്കുക. അങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ പേജ് മൊത്തം ചെയ്യുക. അപ്പൊ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് നല്ലൊരു അടിപൊളി സെന്റാങ്കിൾ ആർട്ട് ആയിരിക്കും. വിഷു ക്രാഫ്റ്റിന്റെ വീഡിയോ എപ്പോഴും ചോദിക്കുന്നവർക്ക് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു സെന്റാങ്കിൾ ആർട്ട് ഇഷ്ടപ്പെട്ടവർക്കും സിമ്പിൾ ആണ് തോന്നുന്നവരൊക്കെ ഒരു യെല്ലോ ഹാർട്ട് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.